ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ വ്ളോഗാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറേ എന്ന് വെച്ചാൽ ഞായറാഴ്ചത്തെ വ്ളോഗ് നമ്മൾ എടുക്കും, പക്ഷെ അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടൊക്കെയാണ് വരാറ്. കഴിഞ്ഞ വീക്കാന്നാണ്ട് തോന്നുന്നു കറക്റ്റായിട്ട് എടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ ഒന്നെങ്കിൽ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി വെക്കാനൊരു പ്ലാൻ ഉണ്ട്. എന്നാലും പോയപ്പോൾ റൈസിൻ്റെ കിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ കുക്കിംഗ് വീഡിയോ ആവില്ല, സിമ്പിളായിട്ട് കിട്ടാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അത് വിൻചേട്ടൻ പറയട്ടാ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇതിപ്പോൾ സമയം 8 മണിയായിട്ടാണ്. 8 മണിയുണ്ട്. ഞാൻ 7:30 ആകുമ്പോഴാണ് നീച്ചത്. എന്നിട്ട് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ഞാൻ ഫസ്റ്റ് തന്നെ അടിച്ചോരി തുടച്ചിട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ചായയുടെ പണി തുടങ്ങുന്നുള്ളൂ. ചായക്ക് ഇന്ന് ഞാൻ നമ്മുടെ എന്താ പറയുക, കുറേ ദിവസമായിട്ട് റവ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ റവ തീരെ എടുക്കണില്ല, അങ്ങനെ ഇരിക്കുക. അപ്പോൾ റവ ഉപ്മാവ് ഉണ്ടാക്കാമെന്നൊരു പ്ലാനാണ്. പിന്നെ പഴനുറുക്കും ഉണ്ടാക്കാം, അതിലേക്ക് കോമ്പിനേഷനായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അടിച്ചോരി തുടച്ചിട്ട് കുളിച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോൾ കാണാം. അപ്പൊ ഇന്നലെ രാത്രി ലാസ്റ്റ് ടി വി ഒക്കെ കണ്ടിട്ട് വിൻചേട്ടനാട്ടാ വന്ന് കിടന്നത്. പക്ഷെ വിൻചേട്ടൻ എനിക്ക് പോകുമ്പോൾ സോഫയൊക്കെ വിരിച്ചിട്ടുണ്ട് തോന്നുന്നു, വൃത്തിയിലൊക്കെ കിടന്നിടുന്നത്. പക്ഷെ എനിക്ക് ഇന്നോ രാവിലെ എൻ്റെ അതൊന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടാലേ സമാധാനം ഉള്ളൂ കേട്ടാ. വേറെ ഒന്നല്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് പാറ്റൊക്കെ വന്ന് വീണ് ചിലപ്പോൾ ചത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിടുന്ന അതൊരു ഇതല്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി ഒക്കെ തട്ടിക്കുടഞ്ഞത് ഇങ്ങനെ വിരിച്ചിടും കേട്ടോ രാവിലെ. പിന്നെ അതേ വേഗം അടിച്ചു വരിക, തുടക്കുക, ആ വക കാര്യങ്ങളാണ് ഇനി ചെയ്യണത്. കിടക്കണേ ഇവിടെ വന്ന് എടുക്കണേ കണ്ടിട്ട് ടിവിയാണ്. തേജ് ഇപ്പൊ രാവിലെ തന്നെ വേഗം എനിട്ടിട്ട് ഇത് സോഫയിൽ വന്നിട്ട് ഒരു പതിവില്ലാണ്ട് ഒരു കെടുത്താട്ടെന്ന് കിടക്കണത്. അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിച്ചാലേ എനിക്ക് വരുള്ളൂ. ഇന്നിപ്പോ ഞാൻ പെട്ടെന്ന് വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴായിട്ട് കാണണത് ആള് വന്ന് കിടക്കണത് ഉണ്ടല്ലോ. ഇവിടെ അടിച്ചോരിട്ട് ഇതേ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ. ആ നേരത്തെ കൊണ്ടിരുന്ന ഏഴല് പോലെ ഒരു സാധനം അങ്ങോട്ട് പോണു തേജു. അപ്പൊ ഞാൻ എന്റെ പണി തുടരട്ടേട്ടാ. നല്ല മഴയാണ് കേട്ടോ. ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ മഴയാണ്. കട്ടൊക്കെ നനഞ്ഞു. മുറ്റത്ത് നടക്കാൻ സ്ഥലമില്ല ഇപ്പോൾ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഉമ്മറം തുടയ്ക്കാൻ വന്നതാട്ടോ. അപ്പം എന്തോ പതിവില്ലാത്തൊരു കെടുത്തല്ലേ, എന്നാൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ബാക്കി തുടക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതേ വിൻചേട്ടനും കൂടി എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവൻ സോഫയെന്നൊക്കെ എനിക്ക് പിന്നെ അച്ഛനും മോനും കൂടി നല്ല കളി കിടന്നു കേട്ടാ. ഇത് കാവടി കറക്കണ പോലെ കറക്കാമെന്നും പറഞ്ഞിട്ടാണ് കറക്കണത്. പിന്നെ എൻ്റെ ഒന്ന് ചീത്ത കേട്ടപ്പോഴാണ് നിലത്തിറങ്ങിയത്. പറയാൻ പറ്റില്ല, കയ്യിന്നെങ്ങാനും ബാലൻസ് വിട്ട് നിലത്ത് വീണ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാം. അപ്പം ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഇറക്കിയിട്ട. പക്ഷെ തേജു പിന്നാലെ തോണ്ടിയിട്ടാ നിൽക്കണം. ഇനിയും കയറ്റി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ വിൻചേട്ടൻ നൈസായിട്ട് സ്കിപ്പ് അടിച്ച് പോവുക. പിന്നെ തേജിതെ തല്ലുപടി വാതിലടക്കി അവൻ്റെതായ വികൃതിയൊക്കെ കാട്ടുണ്ട് കേട്ടാ. പിന്നെ വിൻചേട്ടൻ വേഗം അവനെ കുളിപ്പിച്ചു കിട്ടാം. അവനെ കുളിപ്പിച്ചിട്ട് ഇതേ കൊടുന്നുകൂടി ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ അവനിതേ ടി വി വെച്ചോടത്തേക്കണ്ടി നമുക്ക് ചായ വെക്കണമല്ലോ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നീച്ചോണ്ട് തന്നെ ഒന്നിച്ചായിരിക്കും പണികളൊക്കെ ഇനി ഉണ്ടാവുക. മറ്റേത് ഞാൻ ആദ്യം എനിക്കൊക്കെ ഞാൻ ആക്കി വെക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്നിച്ച് നീറ്റ ദിവസങ്ങളിൽ കുറച്ച് കാത്തിരിക്കേണ്ടി വരും കേട്ടോ. കാരണം ചായയൊക്കെ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ പാടെ തന്നെ കിട്ടില്ലല്ലോ. അപ്പൊ ഇതേ ഞാനും കുളിച്ചു, തേജുവിനെ പിന്നെ വിൻചേട്ടൻ കുളിപ്പിച്ചു. ആ നേരം കൊണ്ട് ഞാനും കുളിച്ചു കിട്ടാം. വിളക്കൊക്കെ കൊളത്തി കൂറിയൊക്കെ തൊട്ടിട്ട് ഇതേ ഈ കിച്ചണിൽ കയറണം. നമുക്ക് ചായയുടെ പണിയൊക്കെ നോക്കണം കേട്ടാ. സാമ്പ്രാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇതുണ്ടല്ലോ, ഞാൻ ഇന്ന് വാങ്ങിയത് പട്ടാമ്പീനാട്ടാ. ഇങ്ങനെ ഒരു പാക്കറ്റിന് 15 രൂപയാണ്. നമ്മൾ വാങ്ങാറുള്ളത് ഞാൻ പറഞ്ഞില്ലേ, വിൻചേട്ടൻ അത്ര വാങ്ങണ അവിടുന്നാണ് വാങ്ങാറുള്ളത്, ആ ഒരു ഇക്കാൻ്റെ. പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ ഇക്കാൻ്റെ കട അവിടെ തുറന്നിട്ടില്ല. ആള് മീൻസ് വണ്ടിയിൽ വിൽക്കണ ആളാണ്. അപ്പോൾ അവളെ കണ്ടില്ല. അപ്പൊ ഞങ്ങള് പട്ടാമ്പിന്റെ റോഡ് സൈഡ് അങ്ങനെ എന്താ പറയാ പൂജാ സാധനങ്ങളൊക്കെ കിട്ടില്ലേ, അവിടുന്നാണ് വാങ്ങിയത്. അപ്പൊ പൂജാ സാധനങ്ങളൊക്കെ ഉള്ള കടയിൽ ചോദിച്ചാൽ മതി. പക്ഷെ ഇതിന് വ്യത്യാസം ഉണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ. നമ്മളെപ്പോഴും വാങ്ങുന്ന പോലത്തെയല്ല, ഇത് വേറൊരു മോഡലാ വരുന്നത്. സ്മെല്ല് എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. സ്മെല്ലുണ്ട്. ഇത് വെറുതെ കൊടുന്ന് വെച്ചപ്പോ തന്നെ നല്ല സ്മെല്ലുണ്ട്. ഇതെങ്ങനെയാ നോക്കാം. എനിക്ക് ഗോപുരം പോലെ വരുന്നത് എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം. ഇതിന്റെ സ്ട്രക്ചർ ഒരു സിലിണ്ടർ ടൈപ്പാ വരുന്നത് കേട്ടോ. ഇത് പക്കാ ഒരു സിലിണ്ടറാണ്. മണുണ്ട്. ഒരു അമ്പലത്തിക്ക് പോയ ഫീല്. പക്ഷെ മറ്റേ സ്മെല്ല് ഒരു വേറെ സ്മെല്ലാട്ടോ. ഇത് ശരിക്കും അമ്പലത്തിലേക്ക് പോയൊരു ഫീല്.
അങ്ങനെ നമ്മുടെ സാമ്പ്രാണി കത്തിച്ച് വെച്ചു കേട്ടോ. ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ സാമ്പ്രാണി കത്തിക്കാറില്ല, കാരണം വാങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ 2-3 ഷോപ്പിൽ പോയപ്പോൾ കഴിഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമുക്ക് തപ്പിപ്പിടിച്ച് സാധനം കിട്ടിയത്. നമ്മൾ വാങ്ങുന്ന ഏട്ടനെ അതേ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ആളേനെ. സാധാരണയ്ക്ക് ആളിൽ നിന്ന് വാങ്ങാനായിട്ട് ഇഷ്ടം, കാരണം നല്ല മണമാണ് ആളിൽ നിന്ന് കിട്ടണ ഒരു സാമ്പ്രാണി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൽക്കാലം വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഇതേ ചായക്കാട്ടോ ഒന്ന് പാൽ കാപ്പിയാണ് വെക്കണത്. പിന്നെ ഷുഗർ നമ്മൾ യൂസ് ചെയ്യാറില്ല, ഞാൻ പറയാറുണ്ട് ഷുഗർ ഇവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ശർക്കരയായിട്ട് ഇട്ടേക്കണത്. പിന്നെ ഉപ്മാവിക്കുള്ള സബോള, പച്ചമുളക് അതൊക്കെയാണ് അരിയണത്. ഉപ്മാവ്, ചമ്മന്തി, പഴം, കാപ്പി, ചൂടുവെള്ളം, പിന്നെ തേച്ചോട്ടരം തേച്ചോ. രായി പറഞ്ഞ രായി പറയും താല്പര്യം. രാവിലെ തന്നെ നല്ല മഴ കേട്ടോ. ഞങ്ങൾ കട്ടിറക്കിയിട്ട് കല്ല് കെട്ടാൻ മതിൽ കെട്ടാക്കുമ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ നാളെ മുതൽ എന്തുണ്ടാവും അറിയില്ല. നാളെ പണിക്ക് ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഴയാണെങ്കിൽ നടക്കില്ല, നല്ല മഴ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എത്ര സൂര്യയുടെ എന്താ കട്ടട ഞാൻ പറഞ്ഞു. സന്തോഷ വാർത്ത സൂര്യ ചെയ്യണട്ടത്. അപ്പോൾ കട്ട ഇറക്കിണ്ട് ചുറ്റോറും മതിലിട്ടാനേ 650 കട്ട ഇറക്കിണ്ട് കേട്ടോ മൊത്തം. ഇവിടെ ഉണ്ട് കുറച്ച്, ഇവിടെ ഉണ്ട് കുറച്ച്. അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സാധാരണക്കാരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ. നമ്മളെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴേ എല്ലാവരും പറയണതാണ് മതിൽ കെട്ട് പറ്റുന്ന. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരെന്നെ പറഞ്ഞത് മറ്റേ കട്ട ഇട്ട് മറ്റേ അല്ലെ മതിൽ കെട്ട് കട്ട വിരിക്കി. അപ്പോൾ ഓരോന്നങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് കേട്ടോ അന്നെ അത് വെറുതെ മിറ്റം കാട്ടിട്ടെന്താ അന്ന കാട്ടിട്ടെന്താ എന്ത് കാണുമ്പോ വാ. അപ്പൊ ഗൈസ് തേജപ്പിന് ഉള്ളിയൊന്നും ഇടാണ്ട് വെറുതെ കേട്ടോ അവരിങ്ങനെ കോരി കഴിക്കാനാണ് ഇഷ്ടം, പായസം പോലെ. പിന്നെ വിൻഷാട്ടിനും ഞങ്ങളും കടുക് പൊട്ടിച്ച് ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കിക്കണം. എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടം. ചമ്മന്തിപ്പൊടി ഇഷ്ടമല്ല, ചമ്മന്തിപ്പൊടി ഇഷ്ടമല്ല, തേജും ഇഷ്ടമല്ല. എനിക്ക് പഴം വേണം. എനിക്ക് ഇങ്ങനെ പഴം നോക്കും. പിന്നെ കഴിക്കോ, കഴുകിയിട്ട് എടുക്ക്. ഇവിടെ കഴിക്കോ, ഇവിടെ കഴിക്കോ, ഇവിടെ കഴിക്കോ. അപ്പൊ എനിക്കിതേ ഇങ്ങനെ പഴം നോക്കും. ഇതും പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം, പക്ഷെ എന്തായാലും ഒന്നും മതി വെച്ചിട്ടാ ചായ. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടാ. സത്യം പറഞ്ഞ ഉപ്മാവൊക്കെ ചൂടാറ്റിയിട്ടാണ് അവന് കൊടുത്തേക്കണത്. പക്ഷെ വെച്ചപ്പോൾ വെറുതെ ഒരു കോപ്പറേറ്റിങ് കേട്ടാ. നല്ല ചൂടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വായ പൊളിച്ചിട്ടൊക്കെയാട്ടാ കഴിക്കണത്. അങ്ങനെ ഞങ്ങൾ ഉപ്മാവും ഇതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ നമ്മൾ വിളിച്ച് പറയുക ചെയ്ത്, അപ്പോൾ വീട്ടിലേക്ക് കൊടുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ വേഗം ചിക്കൻ കഴുകാൻ നോക്കുകയാണ്, ചിക്കൻ കറി വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. ചേട്ടനാണ് എല്ലാതും അരിയണത് കേട്ടാ. സബോള വെളുത്തുള്ളി എല്ലാം അരിഞ്ഞിട്ടുണ്ട്, ഞാൻ വെക്കും. പിന്നെ ആദ്യം ചിക്കൻ വെക്കാം അല്ലേ, ആദ്യം ചിക്കൻ വെക്കും, എന്നിട്ടാണ് വെക്കണുള്ളൂ, റൈസ് വെക്കണുള്ളൂ കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ഇതേ വിൻഷാട്ടിന് കട്ട് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സബോളയാണ് കേട്ടോ കൂടുതലും കട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ വെക്കണതൊക്കെ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ്, നമ്മുടെ ഷൈൻ ചേട്ടൻ്റെ ചാനൽ നോക്കിയിട്ടാണ് ഞാൻ വെക്കണത്. അതായത് റൈസ് കേട്ടോ, ഗീ റൈസ് വെക്കാൻ പോണത്. ഉള്ളി സ്ലൈസ് ആയിട്ട് പൂ പോലെ മുല്ലപ്പൂ പോലെ ഉണ്ടോ. ഞാനേ മതി ഇതിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞങ്ങടെ ഓവറാക്കി ചാളാക്കി വരും. ചെയ്യുമ്പോ വൃത്തിയിലാണ് ചെയ്യാ, അല്ലെങ്കിൽ ചെയ്യരുത് സൂര്യ. വൃത്തി ഡോക്ടർ പിന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടില്ലേ എന്താ ഹൈജീൻ മുഖ്യം കിച്ചണില്. ബിഗ് ബോസ് അഡിക്ഷൻ എന്നേക്കാ ബിഗ് ബോസ് അഡിക്ഷൻ. ഞാൻ എന്തൊരു ട്രിഗർ നിങ്ങടായിട്ട് പറഞ്ഞപ്പോ ബിഗ് ബോസ് അഡിക്ഷൻ എന്നാ പറഞ്ഞതിനേക്കാൾ ഡബിൾ ഇരട്ടി ബിഗ് ബോസ് അഡിക്ഷൻ ആയി നിക്കണ്. അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ വിൻചാട്ടം പൂട്ടോ. അപ്പൊ ഗൈസ് ഞാനിത് ചിക്കൻ കറിക്കുള്ളത് സെറ്റാക്കാൻ പോവാട്ടാ. ഞാൻ എപ്പോഴും വെക്കണ പോലെ തന്നെയാണ് ചിക്കൻ കറി വെക്കണത്. എല്ലാം പരട്ടി വെച്ച് സെറ്റ് ചെയ്യും, കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. അപ്പൊ
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ഞാൻ എല്ലാതും പകുതിയായിട്ട് ഇടുന്നത്. മഞ്ഞപ്പൊടി, മുളക് പൊടി ടോട്ടൽ 2.5 സ്പൂണാണ് ഇടുന്നത് വെച്ചെങ്കിൽ പരട്ടി വെക്കുമ്പോൾ ഞാൻ 1.5 സ്പൂൺ ഇതിലിടും. പിന്നെ സബോളയിൽ 1 സ്പൂണാണ് ഇടുള്ളൂ, അതിൻ്റെ പകുതി. അപ്പോൾ ഞാൻ അങ്ങനെയായിട്ട് വെക്കുക. 1.25 ഇട്ടിട്ടുള്ളൂ, അത് മതി. ഇതാ ഇനി ഉരുണ്ട കൂടി എടുത്തോ. മഞ്ഞപ്പൊടി കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിക്കൊന്നും വലിയ അളവ് ഞാൻ പറയുന്നില്ല. പിന്നെ ചിക്കൻ മസാല ഞാൻ മൊത്തത്തിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1.25 സ്പൂണാണ്. അതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂൺ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ്. ടോട്ടല് ഞാൻ ഒരു 3 സ്പൂൺ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പരട്ടണയിൽ 1 സ്പൂണും ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ബാക്കി അരി നോക്കിയിട്ട് ഉള്ളി വാട്ടുമ്പോൾ ഇടുക കേട്ടോ ചെയ്യുക. പ്രത്യേകിച്ച് അളവിലൊന്നും അല്ലാട്ടോ ഞാൻ ചെയ്യാറ്, ഞാനിങ്ങനെ ചെയ്യും. പിന്നെ ഇളക്കണേൻ്റെ ഇതിൻ്റെ ഇടയിൽ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ മാറ്റാറ്. ഉപ്പിടുന്നുണ്ട്. എന്താ എന്നിട്ട് ഇത് നന്നായി പരട്ടി വെക്കും കേട്ടോ കുറച്ചു നേരം. ചേട്ടാ അവിടെ വെളുത്തുള്ളി പൊട്ടിച്ചത് കണ്ടില്ലല്ലോ നിങ്ങള്? എന്റെ വെളുത്തുള്ളി ഉടക്കല് കണ്ടോട്ടാ. വെളുത്തുള്ളി ഇങ്ങനെ ആക്കി കഴിഞ്ഞാലേ പെട്ടെന്ന് പൂരായിട്ട് പൂ പോലെ അവർ കത്തിരിക്കണ്ട, വേറെ ഒന്നും വേണ്ട. ശരി, പൂ പോലെ വേഗാക്ക്. ഉണ്ടോ സാധനം വന്നുണ്ടോ? നോക്ക്, ഇതാ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ഇനി ഞാനുണ്ടല്ലോ അതെ ഇഞ്ചിയും പച്ചമുളകും ഇത് എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് കൂടുതൽ വെക്കണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണേ. ഇതാട്ടാ പേസ്റ്റ് ആക്കാൻ പോവാ. ഗൈസ് ഇത് ഞാൻ നമ്മുടെ ചിക്കൻ പരട്ടി വെച്ചിട്ടുണ്ട്. പാൻ വെച്ചു. ഞാൻ കച്ചമ്പറിലുള്ള അരിയാണ്, നമുക്ക് ഓരോ അരിയല്ലോ അരിയല്ലോ. മിൻഷാട്ട ഇവിടെ നമ്മുടെ സബോള എടുത്തിട്ട് കച്ചമ്പർ ഉണ്ടാക്കാൻ മിൻഷാട്ടിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. അതായത് സലാഡല്ലേ, സലാഡ് എന്നല്ല പറയും, വേറെ ഞങ്ങൾ സർലാസ് എന്നും പറയും എൻ്റെ അവിടെ. നിങ്ങളുടെ അവിടെ എന്താ പറയുക ഗൈസ് അല്ലേ? അപ്പോൾ അതാണ് വിൻഷാട്ട് അറിയണത്. ഇത് മൊത്തം അതിനാട്ടോ, കച്ചമ്പറിലേക്കാണ് ഇത് മൊത്തം. ഞാൻ ബാക്കി ഈ ഇരിക്കണത് ഇത് റൈസിലേക്കല്ല, ഗീ റൈസ് വെക്കാനുള്ള സബോളയുണ്ട്, നമുക്ക് ചിക്കൻ വെക്കാനുള്ള സബോളയുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെക്കണതാണ്. ഇത് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് തക്കാളി അടിച്ച് വെച്ചേക്കാട്ടോ. ഒക്കെ ഞാൻ അടിച്ച് വെച്ചേക്കാണ്, സബോള മാത്രമേ നുറുക്കിയിടുന്നുള്ളൂ കേട്ടോ. അപ്പം വെച്ച് തുടങ്ങാം അല്ലേ? പിൻഷേട്ടൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ തോന്നുന്നുട്ടോ. കാരണം ഒരു 5-6 സബോള നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ചിക്കൻ കറി വെക്കാന്നുള്ള പ്ലാനിലാണ്, എന്നിട്ട് ലാസ്റ്റ് റൈസ് വെക്കണുള്ളൂ. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മുടെ പാൻ വെച്ചു, എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ പാൻ ചൂടായതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ച് ഞാൻ പേസ്റ്റ് ആക്കിയത് അത് മൊത്തം ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടാം. അപ്പോൾ എൻ്റെ അമ്മ വെക്കണ ഒരു രീതിയിലാണ് ഞാൻ ഇപ്രാവശ്യം വെക്കണത്. ഞാൻ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തി ചതച്ചിട്ട് ഇടാറിട്ട, അമ്മയാണ് അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്ന ആള്. അപ്പോൾ അതുപോലെ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിട്ട് ചെയ്യണത്. പിന്നെ അതിലേക്ക് ഞാനിത് സബോള ഇട്ട് കൊടുക്കട്ടെ ചെയ്ത്. പക്ഷെ എൻ്റെ അമ്മ സബോള അല്ല, ആദ്യം തക്കാളി അടിച്ച് വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടാണ് ലാസ്റ്റാണ് സബോള. അവിടെ മാത്രമേ ഞാനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഷെഫ് തേജപ്പം വന്നിട്ടുണ്ട്. ചിക്കൻ്റെ മണ്ണടിച്ചിട്ട് വന്നേക്കും ഒരാള്. ഒന്നും ഉണ്ടാക്കണ്ട എനിക്ക് പറ്റിയ പണിയൊക്കെ കഴിഞ്ഞു. വെളുത്തുള്ളി നന്നാക്കില്ല, കച്ച ചെയ്തു. എന്താ ഈ വന്നില്ലല്ലോ, എന്താ പണി ഉണ്ടാക്കിട്ട്? എന്തിനാ പണി അങ്ങനെ പൊക്കണ? നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യാൻ പറ്റിയ നേരത്തെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് സ്മെല്ല് വരുമ്പോഴല്ല വരിക. സ്മെല്ല് വരുമ്പോഴല്ല വരിക. കസാക്കിട്ട് അവിടെ ഇരുന്നു, ഒന്നും ചെയ്യണ്ട, കുട്ടിക്കുള്ള പണിയൊന്നും. തേജു TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തോന്നുന്നു ഞങ്ങളതിനെ ഓർമ്മ വന്നത്. ഓടി വന്നിട്ട് കണ്ടോ, അയ്യോ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ കുക്കിംഗ് അല്ലേ, അയ്യോ ഇന്നെന്താ വിളിക്കാഞ്ഞ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് പരാതി പറഞ്ഞിടുന്നത്. അങ്ങനെ ഞാനിതേ സബോള നന്നായി വയറ്റി വന്നതിന് ശേഷമാണ് നമ്മുടെ ടൊമാറ്റോ അടിച്ചു വെച്ചത് ഒഴിച്ചേക്കണത് കേട്ടോ. ഇനി അതും നന്നായി പച്ചച്ചോയ വിടുന്ന വരെ കുറുക്കി എടുക്കുന്നുണ്ട്. ചേട്ടന്റെ കച്ചമ്പർ റെഡി ആയിട്ടാ, പക്ഷെ അത് വീഡിയോ എടുത്തില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറ. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ കച്ചമ്പർ. ഇത് എങ്ങനെ ഉണ്ടാക്കി പറ. കച്ചമ്പർ സവോള സ്ലൈസ് ആക്കി അരിയാ, തക്കാളി സ്ലൈസ് ആക്കി അരിയാ, പിന്നെ കുറച്ച് ചില്ലി, ടൊമാറ്റോ, പിന്നെ തൈര് ഒഴിച്ചു. വിനാഗിരി ഒഴിച്ചില്ലേ? ഇല്ല അല്ലേ? തൈരും പുളിയുള്ള തൈരും കുറച്ച് ഉപ്പും ഒന്നുമില്ല വേറെ. വിനാഗിരി ഒഴിച്ച ടേസ്റ്റ് ഉണ്ടാവും. ചാറ് മതി.
നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പുളിയുണ്ട്. നന്ന പുളിയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കച്ചമ്പറ് സെറ്റായിട്ടുണ്ടേ. കുറച്ച് പുതിനയും ഇതൊക്കെ ഇടാം, പക്ഷെ പുതിനയും മല്ലിച്ചപ്പും കഴിഞ്ഞിരിക്കുക. ഇൻഷാട്ടതേ ബാക്കി പാത്രങ്ങളൊക്കെ അതേ കഴുകി ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. അത് ഇൻഷാട്ടൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പാത്രം കഴുകലും ഇൻഷാട്ടൻ ചെയ്തു അല്ലേ? പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഇതേ തക്കാളിയുടെ പച്ചച്ചായ വിട്ടതിന് ശേഷം ഞാനിതേ ബാക്കി മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയുടെ പൊടി ഇട്ട മുളക് പൊടി 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി 1/4 സ്പൂണ്, മഞ്ഞപ്പൊടി 1/4 സ്പൂണ്, ചിക്കൻ മസാല 1 സ്പൂണ് അങ്ങനെ വെച്ചിട്ടിട്ടു. ബാക്കിയൊക്കെ ഞാൻ ടേസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ കൂട്ടാളത് കൂട്ടും. അങ്ങനെ വരുത്താനുള്ള ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ലേ തോന്നുന്നു. ഉപ്പ് പിന്നെ അതിനനുസരിച്ച് പാകത്തിനാക്കി ഇടുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ ചിക്കൻ പരട്ടി വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് നമ്മളിനി ആവിയിൽ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇത്തിരി കൂട്ടിയിട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അത് മൂടി വെക്കും കേട്ടോ. പിന്നെ അത് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കും, ചിക്കൻ വേവിച്ചെടുക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് കുറവ് തോന്നിയപ്പോൾ. പിന്നെ നെയ്ച്ചോറ് വെക്കാനുള്ള അരിയായിട്ട് എടുക്കണത് ഞാൻ ഒരു 2-2.5 കപ്പോ അരി എങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി കഴുകുന്നുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ആ വീഡിയോയിലെ ചേട്ടൻ പ്രത്യേകം പറയുന്നുണ്ട് നന്നായി അരി കഴുകണമെന്ന്. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് 10 മിനിറ്റ് എങ്ങാണ്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 10 മിനിറ്റാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നമ്മുടെ ബസുമതിയോ അങ്ങനെ എന്തൊരു റൈസ് ഇല്ല, റൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് ഇത് വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് റൈസ് എടുത്തു. ഇനി വെള്ളം വാരാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു അരിപ്പക്കൊട്ട ഇരിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഈ അരിപ്പെടുത്തത്. തൽക്കാലം ഇതിലിതേ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിലിൽ വേഗതയെ നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇല്ലേ അതൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ സബോള നല്ല ബലത്തിൽ വറുത്തെടുക്കില്ലേ ആ രീതിയിലും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ചേട്ടൻ ആ ബലം ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ പഞ്ചസാര കുറച്ച് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതേ വറുത്തെടുക്കുകയാണേ. കരിഞ്ഞില്ല കേട്ടോ, പക്ഷെ വല്ലാണ്ട് കളർ കൂടിപ്പോയ പോലെ എനിക്ക് തോന്നി. പക്ഷെ കഴിക്കുമ്പോൾ വലിയ കരിഞ്ഞ പോലെ ഇല്ല. എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഈശ്വര കരിഞ്ഞോന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബാക്കി ഐറ്റംസൊക്കെ. പക്ഷെ ഇല്ല, ഭയങ്കര കളർ കൂടിയ പോലെ എനിക്കും തോന്നി. പിന്നെ നമുക്ക് വെക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതേ വിൻഷേട്ടനെ കൊണ്ട് ഇങ്ങനെ ഇടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ മുകളിലായിരിക്കണത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം നാട്ട അളവ്. അപ്പൊ അതേ ആ വെള്ളം കേട്ടോ ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കണത്. പിന്നെ അതേ 4 ടീസ്പൂൺ നെയ്യില് ഞാൻ നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ എന്താ പറയാ ഏലക്ക, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കണുള്ളൂ കേട്ടോ. അതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ച സബോള കേട്ടോ 1.5 സബോള എങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അരിഞ്ഞിട്ട് ഇതേ നന്നായി ഇളക്കി വാട്ടി കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് വയറ്റണമൊന്നുമില്ല, ചെറിയ രീതിക്കൊന്ന് വാട്ടി കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ അതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ അരി എന്താ പറയുക വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അരി ഫുൾ അതിലേക്ക് ഇട്ടിട്ട് 5 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ കറക്റ്റ് ചെയ്തത്, കാരണം ആദ്യമായിട്ടല്ലേ ചെയ്യണ്. അതുകൊണ്ട് 5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കാണ് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വെള്ളം തിളപ്പിക്കുമ്പോണ്ടല്ലോ അത് മൂടി വെക്കണം, അല്ലെങ്കിൽ അളവ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെ ഞാൻ 4 കപ്പോ വെള്ളം കണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഇതേ പാകത്തിന് ഉപ്പ് ഇട്ടോ, കറക്റ്റ് 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീരാണ് ഇട്ടത്. നാരങ്ങ നീര് 1 നാരങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് തോന്നുന്നു. വിൻഷേട്ടനാണെങ്കിൽ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞെന്ന ആള്. അപ്പോൾ 1 നാരങ്ങ തോന്നുന്നു കേട്ടോ. അത് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, നന്നായി ഇളക്കിയിട്ട് ഇനി നമ്മൾ അതും മൂടി വെക്കട്ടെ ചെയ്യുക. 7 മിനിറ്റ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ബസുമതിക്ക് കുറച്ചും കൂടി വേവ് കൂടുതൽ ടൈം വേണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ 9 മിനിറ്റ് എങ്ങാണ്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. വിൻഷേട്ടൻ കുറെ കഴുകിയെന്നുകൊണ്ട് ഒരുപാട് കുറഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ പരത്തിയ കുറച്ച് പാത്രങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇതേ വേഗം കഴുകി വെച്ചു. അങ്ങനെ നമ്മുടെ സമയം ഒരു 10 മിനിറ്റോളം ആയപ്പോൾ ഞാനിതേ നോക്കി നന്നായി ഇളക്കി കൊടുത്തിട്ട്, അടി പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഇളക്കില്ലേ, അങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ നെയ്യിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു 2 മിനിറ്റോളം ജസ്റ്റ് ആ നെയ്യിൻ്റെ ഒരു ഇത് പിടിക്കാനാ തോന്നുന്നു. ആള് പറഞ്ഞ പോലെയാണ് ഞാനൊക്കെ ചെയ്തേക്കണത്. അങ്ങനെ അത് ഒന്നും കൂടി നെയ്യൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് അതേ മൂടി വെക്കാട്ടോ ചെയ്യണത്. നമ്മുടെ വലിയ റൈസ് ആയിരുന്നു കേട്ടോ, ചെറിയ റൈസ് അല്ല ശരിക്കും നെയ്ച്ചോറിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കുറച്ച് മന്തി റൈസ് മോഡലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേ വിൻഷേട്ടിന് ഞാൻ വേവ് നോക്കാൻ കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ല, വേവ് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിങ്ങനെ ഇളക്കി ആ നെയ്യും ഇതൊക്കെ ഒന്നും കൂടി പരട്ടി സെറ്റാക്കി. വല്ലാണ്ട് ഓവറായിട്ട് ഇളക്കിയാൽ ഉടഞ്ഞു പോവും. പക്ഷെ നമുക്കങ്ങനെ ഉടയാളെ വേവായിട്ടില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നം വന്നില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതേ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സബോളയും അണ്ടിപ്പരിപ്പും നമ്മുടെ ഉണക്കമുന്തിരിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം 10 മിനിറ്റോളം നമ്മളിങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. പിന്നെ കഴിക്കാറാവുമ്പോഴാണ് തുറന്നേക്കണത്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ ഉണ്ട് പുറത്ത് കണ്ടോ.
ആടെ ഹലോ ഗൈസ് പറഞ്ഞു വരുന്നു ആടവിടെ. അപ്പോൾ അതെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല, ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്, പക്ഷെ ട്രൈ ചെയ്യാണ്. തേജപ്പനൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ അവന് പക്ഷെ റൈസ് നമ്മുടെ വലിയ റൈസാട്ടോ, ചെറിയ റൈസ് അല്ല. ആ നിനക്ക് ഇത് ചിക്കൻ കറി ഉണ്ട്, കച്ചമ്പറുണ്ട്, കഴിക്കാൻ പോവാണ്. അയ്യോ കയറിയിരിക്കണേ. നല്ല മഴ പുറത്ത് കിട്ടാ, ഭയങ്കര മഴ. പെട്ടെന്ന് മഴ വന്നു. ഓ ഉണ്ടോ? നമ്മൾ പണി തുടങ്ങാന്ന് വിചാരിച്ചപ്പോ ദേ നല്ല മഴയായി. കേറ് കേറ് കേറ്. അപ്പൊ ഞങ്ങള് ഫുഡ് അടയ്ക്കാൻ പോടാ പാല്. ഫുഡ് അടിക്കട്ടെ കേട്ടോ ഞങ്ങള്. ഭാര്യയല്ലേ ഇങ്ങോട്ട് വാ, ഒപ്പം ഇരുന്ന് കഴിക്കേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ചു തുടങ്ങിയ വിൻഷാന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? സീരിയസ് ആയിട്ടോ എന്തെങ്കിലും റെഡി ആക്കണ്ടെങ്കിൽ പറയൂ, വേവ് ഒന്നുകൂടി ആവാനുള്ള പോലെ ഇല്ലേ? അല്ല അടുത്ത പ്രാവശ്യം ശരിയാക്കണമെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങള്. വേവല്ലോ ഒന്നാമത് ഇത് മറ്റേ നമ്മള് ഇത് നമ്മള് ബസുമതി എടുത്ത് ഇത് ഈ റൈസ് എടുത്തേക്കണം കേട്ടോ. അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട്. അത് ഞാൻ ഉള്ളിൽ വെക്കണതല്ല, അത് ഇളക്കുമ്പോ മൊത്തത്തിൽ അങ്ങനെ ആവണതാ. ഇവിടെ ഒരാളത് നട്ട്സൊക്കെ എൻ്റെ കൊടുന്നിടുക. ഇനി കഴിക്കുമ്പോ കിട്ടുമ്പോ തന്നാ മതി. കഴിച്ചു തുടങ്ങിക്കോ. ഞാനും കൂടി ഇനി കഴിക്കട്ടെ. ഈ ഇതിന്റെ ഉണ്ടല്ലേ അച്ചമ്പറ് സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ടാ. തേജു ആണെങ്കിൽ ഇതൊന്ന് വാരിത്തായോ അങ്ങനെ കെഞ്ചിട്ടായിട്ടിരിക്കണം. ഞങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു. ഞാൻ മൊത്തം വാരി കൊടുത്ത് അവനെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ അതേ വിൻഷേട്ടൻ കുറച്ചിട്ട് റെസ്റ്റ് ചെയ്യാതെ കളി കണ്ടോണ്ടിരിക്കട്ടെ, കെടുക്കാണ്. തേജപ്പതി അവൻ്റെതായ കളി അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതേ മടക്കാനും ഉണ്ട് കുറച്ച്. കുറച്ചു നേരം കെടുക്കട്ടെ വെച്ചിട്ടാ. അപ്പൊ ഇങ്ങനെ അപ്പുറത്തെ റൂമിൽ പോയി കെടുക്കാണ്. ഈ തുണികള് പിന്നെ മടക്കി വെക്കാം. എനിക്ക് എന്താ പ്രശ്നം വെച്ചാണ്ടല്ലോ, ഈ തുണികൾ ഇങ്ങനെ ഇട്ടാ ഇത് ഇങ്ങനെ കെടുക്കും. അതാണ് എന്റെ പ്രശ്നം. പക്ഷെ മടക്കണം എന്തായാലും. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. അച്ഛനോട് ഈ വെള്ളിയാണോ ചോദിച്ചു നോക്കുന്നു. അച്ഛൻ നേരത്തെ ഈ വെള്ളി ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു നേരം റൂമിൽ കിടക്കട്ടെ. അപ്പോൾ കിടക്കട്ടെ. കിച്ചണൊക്കെ ഒതുക്കിയിട്ടാ, പാത്രമൊക്കെ ഒഴിവാക്കി. വീഡിയോ എടുത്തില്ല, ചാർജ് ചെയ്യാൻ വെച്ചു. പാത്രമൊക്കെ ഒഴിവാക്കി, ചെമ്പൊക്കെ മൂടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഇവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ, ഉറങ്ങട്ടെ. ഇന്ന് വിൻഷേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല ഏട്ടാ. പക്ഷെ ഇന്ന് വിൻഷേട്ടൻ ഉണ്ട്, അതുകൊണ്ട് പിന്നെ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ഉറങ്ങും കൂടിയും ചെയ്യട്ടെ ഏട്ടാ. ഒരാളുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പോൾ വൈകിട്ട് കാണാം. അങ്ങനെ കുറച്ച് നേരത്തെ മയക്കത്തിന് ശേഷം ഞാനിങ്ങനെ വൈകുന്നേരത്തെ ആയിപ്പോൾ ഞാൻ എനിക്ക് നോക്കിയപ്പോൾ വിൻഷേട്ടതേ ബിഗ് ബോസ് ഇരുന്ന് കാണുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് ഇട്ടാ അതിരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നു. തേജപ്പനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് അവരുടെ കൂടെ നല്ല കളിയാട്ടതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലേ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടില്ല, അതിന് മുന്നേ എനിക്ക് തോന്നുന്നു കേട്ടോ. അവരുടെ പിള്ളേരുടെ ഇള കേട്ടിട്ട് തോന്നുന്നു ഞാൻ എനിറ്റത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവർ നല്ല കളിയാണ്. ഇവിടെ വിൻഷേട്ട് ഇരുന്ന് ടി വിയും കാണുന്നുണ്ട്. പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോൾ ഉമ്മർത്താണെങ്കിൽ ആകെ ചളിയും വെള്ളമൊക്കെ തെറിച്ച് കൊള്ളായിട്ടുണ്ട്. അപ്പം ഞാനത് തുടയ്ക്കാൻ വരികയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒന്നിങ്ങനെ ഹാള് വെറുതെ ഒന്ന് അടക്കണ വഴി ഒന്ന് തുടക്കി വെച്ചിട്ട് ഹാള് ഇതേ തുടയ്ക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒക്കെ അതേ കോഴിക്കുട്ടികൾ കൂടിന്റെ മുമ്പിൽ നിൽക്കില്ലേ, അതേപോലെ ഇതേ നനഞ്ഞൊട്ടി കയറി നിൽക്കുന്നുണ്ട്. ഗംഭീര മഴ പറഞ്ഞ ഗംഭീര മഴ കേട്ടോ. അല്ലേ വാനരന്മാര് ഇവിടെ വന്നിരിക്കണല്ലേ കളിക്കാൻ പറ്റാണ്ട്. ഒരാള്
നല്ല കാറ്റ് വീശിയോണ്ടാ തോന്നുന്നു കേട്ടോ. ഉമ്മറത്തേക്കൊക്കെ നല്ല വെള്ളം തെറിച്ച് ആകെ വെള്ളമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചങ്ങോട്ട് ഇതാക്കിയിട്ട് പിള്ളേരെ അവിടെ പിടിച്ചിരുത്തി, അല്ലെങ്കിൽ അവരവിടെ ചവിട്ടിയ വഴിക്ക് വീഴുന്ന ഉറപ്പാണ് കേട്ടോ. എന്നാലും ഇവർക്ക് നല്ല കളിയിലാട്ട് വരും. ഇവർക്ക് എന്താ ഒരു മണ്ടെങ്കിൽ ഒലക്കേമരിക്കാന്ന് പറയില്ല, അതേ അവസ്ഥയായിട്ട് വരും. ഈ ഒരു ചവിട്ടിയുടെ മുകളിൽ നിന്നിട്ട് പോലും അവർ നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവരുടെ കളിയൊക്കെ ഒന്ന് ഒതുങ്ങി മഴയൊക്കെ ഒന്ന് തോർന്നു. അപ്പൊ ഗൈസ് ഞാനിനി കുളിക്കാൻ പോവാണ് കേട്ടാ. ആകെ ഉമ്മറത്തൊക്കെ ഫുള്ള് ചളി വെള്ളമായി ഉണ്ടായിരുന്നു. ആകെ തെറിച്ച് പിന്നെ ഹാളൊന്ന് തുടച്ചിട്ടു. അപ്പൊ ഇനി ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. വിളക്ക് കൊളുത്തണം, തല നനച്ച് കുളിക്കണം കേട്ടാ. ചിക്കനൊക്കെ കൂട്ടിയതല്ലേ, അപ്പോൾ വിളക്ക് കൊളുത്തണം. അപ്പോൾ പെട്ട് കയറുന്നുണ്ട്. അപ്പോൾ കുളിക്കട്ടെ കേട്ടാ. മേലെ കുളിച്ചിട്ട് കാണാം. അങ്ങനെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നുട്ടാ. അപ്പം ഞാൻ രാവിലെ ഓൾറെഡി തല നനച്ച് കുളിച്ചതാണ്. പക്ഷെ ഇതിപ്പോൾ വൈകിട്ടും തല നനച്ചുട്ടാ. ചിക്കൻ എന്തൊക്കെ കൂട്ടിക്കൊണ്ടിരുന്ന പിന്നെ തല നനച്ച് കുളിച്ചിട്ട് തന്നെ വിളക്കുകൊളുത്താന്ന് വിചാരിച്ചിട്ട് ഇതേ കുളി കഴിഞ്ഞ് വന്ന് വിളക്കുകൊളുത്താനായിട്ട് നോക്കണത്. അതിന് മുന്നേ നമ്മുടെ വിളക്കുകൊളുത്തണേൻ്റെ വിളക്കൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ അവിടെ ചന്ദനത്തിരിയുടെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വിളക്കുകൊളുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സാമ്പ്രാണി കത്തിച്ച് വെക്കണം. സാമ്പ്രാണിയുടെ പാക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് അതും കൂടിയും ചെയ്തിട്ടുണ്ട്. ചന്ദനത്തിരിയും എല്ലാം അതും ഇതേ കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. തേജുവാണെങ്കിൽ ഇതേ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം വെച്ചാൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചന്ദനത്തിരി ആട്ടോ കത്തിച്ച് വെക്കണത്. ചന്ദനത്തിരി കത്തിച്ച് വെച്ചു. സാമ്പ്രാണി പിന്നെ ഞാനൊക്കെ അപ്പുറത്തെ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊരു ബോക്സ് കൊടുത്തിട്ട് ഇവിടെ വെച്ചു. ഇവിടേക്കുള്ളത് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ അതും കൂടി കത്തിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ സാമ്പ്രാണി കത്തിക്കുമ്പോഴല്ലോ നന്നായി പുക വരുന്നുണ്ട് കേട്ടോ. നോക്കി നോക്കൊന്ന്. വീടണ്ട വാ വന്നോട്ടെ പഠിക്കാൻ വാ. പിന്നെ ഇപ്പൊ ഇതേ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങള് ബാബറിന്റെ വീട്ടിൽ ഞാൻ ഇവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട് കണ്ടിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അടുത്ത വീട്ടിലാണ് നമ്മള് ഹൗസ് വാമിങ്. ചേട്ടൻ വീടിന്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല. വിൻചേട്ടൻ കണ്ടിട്ടില്ല. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോവാനാണേ. അങ്ങനെ അതേ വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ട ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇത് എടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് തന്നെയാട്ടോ, തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് പിന്നെ ഇട്ട കോലത്തിൽ തന്നെയാട്ടോ പോണത്. പിന്നെ എനിക്ക് തയ്ക്കാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടിയും കൈ പിടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചേച്ചിയിൽ കൊടുക്കുക വെച്ചിട്ട് ഒരു സാരിയുടെ പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് അടിക്കാട്ടോ. അപ്പോൾ അങ്ങോട്ടും പോകണം. ഒക്കെ ഈ പോണ വഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ വരിയിൽ തന്നെയാണ് വീടുകളൊക്കെ കേട്ടാ. അപ്പോൾ അതേ സാരിയുടെ ബ്ലൗസ് അടിക്കാനായിട്ട് ഞാൻ കൊടുക്കാൻ പോണത്. ഇവിടെ വിനീത ചേച്ചി ഉണ്ട് എൻ്റെ വീടിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിനീത ചേച്ചിയിലാണ് എൻ്റെ എല്ലാ സാരിയുടെ ബ്ലൗസും ഞാൻ തയ്ക്കാൻ കൊടുക്കുക. എനിക്ക് ആൾ തയ്ച്ചത് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ബ്ലൗസും ആളെയും കൊണ്ടായിട്ട് തയ്പ്പിക്കുക. അങ്ങനെ അതേ അവിടെയും കൊടുത്തു. പിന്നെ നമ്മൾ നേരെ അതേ തൊട്ടപ്പുറത്തനായിട്ട് വിനീത ചേച്ചിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് തന്നെയായിട്ടാണ് പുതിയ വീട് കയറിയേക്കുന്നത്. അപ്പോൾ അവിടേക്കും പോയിട്ട് ഇതേ വീട് കാണാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുറേ നേരം അവരോട് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു 7-7:45 ആകുമ്പോഴായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലേക്കായിട്ട് പോണത്. പിന്നെ വിൻഷേട്ടന് 8 മണിക്ക് കളി ഉണ്ട്. അതുകൊണ്ട് വിൻഷേട്ടൻ മുന്നേ ഓടുന്നുണ്ട് കേട്ടോ. കാരണം 7:45 കണ്ട് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ വീടെത്തി. വിൻഷേട്ടൻ വേഗത TV ഒക്കെ വെച്ചിട്ട് കളി കാണാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്കോ അങ്ങനെ എന്തോ വരില്ലേ, അതിലിങ്ങനെ കളിയൊന്നും ഇതാവില്ലേ. അപ്പോഴാണ് വിൻഷേട്ടത്തെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. ചായ കുടിക്കാൻ അത് കുഴപ്പമില്ലേ? എന്നാ പോയിരുന്നു, ഞാൻ കുറച്ചുണ്ട് തരാം. ഞാൻ തരാം. ഇത് സോണി ഞാനെന്താ ഒരു ചപ്പാത്തിയും കുറച്ച് റൈസും ചിക്കൻ കറിയായിട്ട് എടുത്തത്. റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കുറച്ച് റൈസും കൂട്ടി കഴിച്ചു. തേജപ്പൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതേ പൂവായിട്ടാ ചെയ്തത്. ഇപ്പം വേണ്ട വിശക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് പോയ ആളാണ് കേട്ടോ ഈ നിൽക്കണത്. ഒന്ന് വാ കാട്ടിയേ. വേണ്ടാന്ന് പറഞ്ഞിട്ട് വലിയ ഡയലോഗ് കളിക്ക് പോയതാ. ഇപ്പോഴൊന്നും വേണ്ട, വിശക്കണില്ല, ഞാൻ കുറച്ച് കണ്ട് കഴിച്ചോളാം എന്നൊക്കെ തള്ളിപ്പോയ ആളാണ് കേട്ടാ. ചിക്കന്റെ സ്മെല്ലടിച്ചിട്ട് ഓടി വന്നേക്കുക. അങ്ങനെ കുടിക്കരുത്. എന്ത് വേണം? എന്താ നമ്മ കണ്ട? അതെ എന്താ കണ്ട എന്നാ കണ്ട എന്താ പറയ്? ഇത് ഓഫാക്കി കേക്ക. എന്താണ് കഴിക്കണ സാധനം? കഴിക്കണ സാധനം വിളിച്ച് ചോദിച്ചാലോ? അവന്
അവന് കൊടുക്കണത് കാട്ടരുത്. അവൻ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ അവൻ കഴിക്കല്ലേ? അപ്പൊ അത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ കാണണ്ടെന്ന് അതല്ല ഉദ്ദേശിച്ച്. മനസ്സിലായിട്ടോണാവോ? അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് നിങ്ങൾ കാണല്ലേ? അപ്പൊ അവനെ കാട്ടരുത്. ഇതാ കണ്ടോട്ടാ, വേണ്ടാന്ന് പറഞ്ഞ പോയി ആള് കഴിക്കുന്നത്. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നാളേക്കുള്ളതൊന്നും ഒരുക്കിയിട്ടില്ല കേട്ടോ. അത് രാവിലെ എൻ്റെ ചെയ്യാനേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ഇതാ ഞാനിനി കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇരിക്കുകയാണ്. വീഡിയോസ് എഡിറ്റ് ചെയ്യുക. ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. എഡിറ്റ് ചെയ്തിട്ട് നാളത്തേക്ക് എഡിറ്റിങ്ങിൻ്റെ പണി കുറച്ച് കുറയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനിരിക്കുകയാണ്. വിൻചേട്ടനൊക്കെ കളി കാണാണ്. തേജോടെ വിൻചേട്ടൻ്റെ അടുത്തിരിക്കട്ടെ. ഇനിയിപ്പോൾ വിൻചേട്ടനെ ഞാൻ മൈൻഡ് അപ്പ് ഉണ്ടോ വെച്ചപ്പോൾ ഇല്ല പറഞ്ഞു. കാരണം കളി തുടങ്ങിയ വിൻചേട്ടൻ്റെ മുന്നിൽ എനിക്ക് വരില്ല. അപ്പോൾ അതിലാണ് ബിഗ് ബോസ് കാണാറാവുമ്പോൾ ഒന്ന് പോകണം എന്നുണ്ട്. ബിഗ് ബോസ് ഒന്ന് വെക്കണമാവോ? വെച്ചില്ലെങ്കിൽ അടി ഉണ്ടാക്കും. അല്ലെങ്കിൽ നാളെ എപ്പിസോഡ് ഞാൻ കാണേണ്ടി വരും. അപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാട്ടെ. ഇനി വീഡിയോ എടുക്കണില്ല. 9 മണിയാകുമ്പോൾ പരമാവധി എന്തായാലും ബിഗ് ബോസ് വെക്കും. ഇപ്പോൾ എന്തായാലും 8:30 ആവണുള്ളൂ കേട്ടോ. 8 മണിക്കാണ് കളി തോന്നുന്നു. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സ്പേസൊക്കെ ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. സ്പേസ് ഫുള്ളാവുന്നുണ്ട് പെട്ടെന്ന്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബൈ. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുകയാണെങ്കിൽ, എനേബിൾ ചെയ്ത് ഇടുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് അറിയണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ബൈ ട്ടാ.